ഇന്ന് അത് രാവിലെ തന്നെ ഒരു വർക്കിന് പോവാണേ. ഇന്ന് നല്ല മഞ്ഞും നല്ല വെയിലും നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ. ഇന്നത്തെ വർക്കെന്ന് പറഞ്ഞാൽ ഒരു റോഡ് വർക്കാണ്. ഒരു കോൺക്രീറ്റ് ചെയ്യാനുള്ള റോഡ് ഫോം ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ വർക്ക്. ഇന്നൊരു 10-12 കിലോമീറ്റർ ദൂരം ഓടാണ്ട് കേട്ടോ. സൈറ്റിലെത്തിയില്ല, ഇനി കുറച്ചുകൂടെ ഉണ്ട് പോകാൻ. ഇപ്പോൾ സൈറ്റിലെത്തിയേ, ആളിപ്പോഴാണ് വന്നത്. കുറേ നേരം വെയിറ്റ് ചെയ്തു. ഇതാണ് ഇന്ന് ചെയ്യാനുള്ള റോഡ്. ഇത് കംപ്ലീറ്റ് ഇളക്കി ഫോം ചെയ്യണം കേട്ടോ, കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി. ഈ ഭാഗത്തൊന്നും വലിയ കുഴപ്പമില്ല. കുറച്ചങ്ങോട്ട് മുകളിലേക്ക് കയറുന്ന തന്നെ മൊത്തം കല്ലാട്ടോ. മക്ക കണ്ട് കൊണ്ടടിച്ച് വലിയ കല്ലുകളാണ്, പാറക്കല്ല്. മൊത്തം കല്ലെന്ന് പറഞ്ഞാൽ മൊത്തം കല്ല. വണ്ടി അവിടെ കിടപ്പുണ്ട്. ഇനി എന്തായാലും പോയി പണി തുടങ്ങാം. കുറച്ചേനും കാര്യം ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇവിടെ വരെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ബാക്കി ഇങ്ങോട്ടാട്ടോ എനിക്ക് ചെയ്യാനുള്ളത്. നമ്മളെന്നും പോസ്റ്റ് കിട്ടുമെന്ന് പറയുമ്പോഴേ എല്ലാവരും ചോദിക്കും ഇതേ പറയാനുള്ളൂന്ന്. ഉള്ള കാര്യമാണ് പറയുന്നത്. നമ്മളല്ലേ ഉള്ള കാര്യമല്ലേ പറയുന്നത്. ഇപ്പൊ ഇതാണിപ്പം നടക്കുന്ന സംഭവം. നമ്മളിതിനകത്ത് പറയാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങളാണ്, നമ്മൾ ചെയ്യുന്ന വർക്കും അതൊക്കെയാണ് നമ്മളിത് കാണിക്കുന്നത്. അതായത് കമന്റ് വന്നായിരുന്നു, നിനക്കിതേ പറയാനുള്ളതെന്ന് ചോദിച്ചല്ലോ. ഇതാണ് നടക്കുന്ന സംഭവമാണ് പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ രാവിലെ ഒരു സബ്സ്ക്രൈബേഴ്സിനെ കണ്ടായിരുന്നു കേട്ടോ, വീഡിയോ ഒക്കെ കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇവിടെ മൊത്തം കല്ലാണ്. ഈ കല്ല് മൊത്തം മാറ്റിയിട്ട് വേണം അടിപൊളിയായിട്ട് ലെവൽ ചെയ്യാൻ, കോൺക്രീറ്റ് ചെയ്യാനുള്ള. ഇതിൽ കല്ല് കുറവായിരുന്നു തോന്നുന്നു കേട്ടോ. ഒരു 4 അടി ഇളക്കിയപ്പോ തന്നെ ഒരു ലോഡ് കല്ല. എഴുന്നൂറിട്ടാന്ന് ആൾക്കറിയാം. കല്ല് മൊത്തം പെറുക്കി കളയണം. റോഡ് വർക്ക് അടുപ്പിച്ച് 2 റോഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഇത് കൂടാതെ ഒരെണ്ണോടെ വരാനുണ്ട്. നാളെ ഒരു വീഡിയോക്കകത്ത് കുറച്ച് പേര് കമന്റ് ഇട്ടായിരുന്നു, റോഡ് വർക്ക് കാണിക്കാമെന്നൊക്കെ ചോദിച്ചത്. അങ്ങനെ അതിന്റെ ഒരു 2 വർക്ക് ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇത് കൂടാതെ അങ്ങനെ ഒരു സന്തോഷത്തോടെ ഇപ്പൊ അറിയിക്കോ. താഴെയും വീതി കുറവാ. വീതി കുറവാന്ന് പറയാൻ കാരണം അവിടെ വെച്ചാൽ പൈപ്പ് ഇളക്കാൻ പറ്റുമല്ല. പൈപ്പ് മുകളിൽ മണ്ണ് വഴിയുടെ റോഡിന്റെ മുകളിൽ കൂടെ ആ പൈപ്പ് പോകണം. അവിടെ ചെല്ലുമ്പോ എന്താക്കുമെന്ന് ഒരു പിടുത്തമില്ല. ആൾക്കാരൊക്കെ വന്ന് നോക്കുന്നുണ്ട്. ഏത് നാട്ടിൽ ചെന്നാലും ഈ സാധനം കാണും കേട്ടോ, JCBയുടെ കൂടെ. JCBയുടെ ഒച്ച കേട്ടാ എവിടെ സാധനത്തില്ല, ഇതെല്ലാം പറന്നു വരും. ഇമാരായിട്ട് തിരിച്ചറിയാനും പറ്റുന്നില്ല. ഇന്ന് കണ്ടവനെയാണോ നാളെ കാണുന്നതെന്ന് അറിയത്തില്ല. എവിടെ ചെന്നാലും ഉണ്ട് ഈ സാധനം. എല്ലാം വൈറ്റ് ആൻഡ് വൈറ്റ്. അതാണ് നമുക്ക് ഇന്നലെ കണ്ടവരാണോ ഇന്ന് കാണുന്നത് അറിയാൻ പറ്റുന്നത്. തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് എല്ലാവരും നടക്കുന്നത്. വലിയൊരു 10-15 മീറ്റർ ലെവൽ ചെയ്ത് പോകുന്നു കേട്ടോ. ഇതിപ്പം വണ്ടിയൊക്കെ വന്ന് നോക്കി കിടക്കാൻ തുടങ്ങി. എവിടെ ചെന്നാലും ഉണ്ട് ഇതുപോലെ. റോഡ് പണിക്ക് പോയാൽ അന്നേരം തന്നെ വണ്ടി വന്ന് ക്യൂവാ. പിന്നെ അത്യാവശ്യം പോകാൻ നിൽക്കുന്നത്. അത്ര ദിവസം ഒരു കുഴപ്പമില്ല. ഈ വഴിക്കാണ് ഒരു പട്ടിക്കുറുക്കം പോലും വരുവാത്ത വഴിയാണ്. അവിടെ വണ്ടി വന്ന് വെയിറ്റിങ്ങിലാ. മട്ടിയാണ് ഭയങ്കര. ഇത് മട്ടി കൊണ്ട് അടിച്ചോ. മഴയത്തെങ്ങാണ്ട് ചെളിക്കുളമായപ്പോ കണ്ടുകൊണ്ട് അടിച്ചത് സാധനം. ഈ സാധനം വഴിന്ന് മാറത്തില്ല. ഓട്ടോക്കെ
ഒരു പേടിയില്ല കേട്ടോ അതിന്. നമ്മുടെ പണി എങ്ങനെ തടസ്സപ്പെടുത്താമെന്ന് അത് നോക്കിക്കൊണ്ടിരിക്കും. ഇവിടെ ചപ്പാത്തി പോലെ സാധനം വേണം മറ്റേ വെള്ളം ഒഴുകി പോകാൻ വേണ്ടി. അതിപ്പം ശരിയാക്കാനായിട്ട് പറ്റുന്നുമില്ല. അതുപോലെ മട്ടിയാണ് ഇട്ട് പാറമൊക്കെ കൊണ്ട് അടിച്ചിട്ട് ലെവല് കിട്ടുന്നില്ല. ഇട്ട് കല്ല ഇല്ല അവിടെ വെറുതെ ഞാൻ ഇങ്ങോട്ട് പോകാനാണേല് വണ്ടി ഒതുക്കി കൊടുക്കാതെ നിർബന്ധമായിരുന്നു. വണ്ടി ഒതുക്കി കൊടുക്കല്ല, കുത്തിക്കൊടുക്കാമല്ലോ. കല്ലും കൂട്ടം തന്നെ കേട്ടോ അവിടെ. അവിടെ ഒരു ചപ്പാത്തി ഉണ്ട്, വെള്ളം ഒഴിവാണേ. ലോകത്തൊരിടത്തില്ലാത്ത ഡിസൈനാണ് പുള്ളി വാങ്ങാൻ. കാരണം നമ്മള് കമ്പ് പോലെ ഒരു വെട്ടിത്താപ്പ് പോലെ വെള്ളം ഒഴിയപ്പോൾ ഫ്ലോപ്പ് ചെയ്ത് വിടും. പുള്ളി പറഞ്ഞാൽ നീളത്തിൽ വേണമെന്നാണ്. നീളത്തിൽ ചെരിഞ്ഞ് വേണമെന്ന്. നമ്മൾ ഈ സാധനം കല്ലിനകത്ത് എങ്ങനെ ഉണ്ടാക്കാൻ അന്ന് വന്നിട്ട് ഇത്രയും വരെ ചെയ്ത് വെച്ചേക്കാം. കയറ്റി നാള് പോയി കേട്ടോ. തീരുമ്പോൾ വിളിച്ചേക്കുന്നതാണ്. ഞാനിങ്ങനെ പതുക്കെ വലിച്ച് ലെവൽ ചെയ്ത് പോരുക. 10 അടി വീതി മതി എന്നാണ് കേട്ടോ. വീതി ഉള്ളവർക്ക് 10 അടി, അല്ല വീതി ഇല്ലാത്തവർക്ക് 10 അടി, വീതി ഉള്ളവർക്ക് 11 അടി എടുത്തോളാം. ഇനി അങ്ങോട്ട് വീതി കുറവാണ്, അങ്ങനെ 10 അടി മതിയായിരിക്കും. മണ്ണായിരുന്നെ കുറച്ച് ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയാണ്. മണ്ണല്ലാത്തതുകൊണ്ട് വലിയ പാടാ. കല്ലുകൂട്ടം തന്നെയാ ഇളക്കുന്ന മൊത്തം കല്ല. എന്നാ കല്ലാന്ന് നോക്കിയേ. ഈ കല്ല് കാണുന്നതെല്ലാം വീതിയല്ല, കട്ടിങ് ഒരു സൈഡിലേക്ക് തള്ളിയിട്ട് ലെവല് കാണാനാവും. സൈഡിലാവേണ്ട നമുക്കൊരു മനസമാധാനമുണ്ട്. അല്ല പണി കഴിഞ്ഞ് അങ്ങനെയല്ല ഇങ്ങനെല്ലാരും എന്നൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാല് അതും ഒരു വിഷയമാണ്. ഇമ്മാൻ ഇതുവരെ പോയില്ല കേട്ടോ. അതുകൊണ്ട് ഇരിക്കുന്ന ഇരിപ്പുണ്ട്. നാളെ ഒരു പണി നടത്തിപ്പിടിച്ചേ ഇമ്മാനെല്ലാം കൂടെ. മണ്ണിന്റെ മുകളിൽ കയറി എന്നിട്ട് നമുക്ക് പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പൊ ഇവിടെ വന്നേക്കുവാ. JCBയുടെ കൈ അടുത്തോട്ട് എന്നാന്ന് എനിക്ക് പേടിയില്ല. അപ്പൊ ഞാൻ വണ്ടി എത്തി ഇറങ്ങിയിട്ടില്ലാണേല് ഒറ്റ ഓട്ടം കൊടുക്കും. ഇത്ര ഭാഗം തീർത്തിട്ട് എൻ്റെ കല്ല് കിടക്കുന്നുണ്ട്, മൊത്തം കല്ല്. ഇവിടെ ഇപ്പൊ ഈ കല്ല് മൊത്തം ഒത്തിരി കൂടുതലായിപ്പോഴേ. വലിച്ചിട്ട് മൊത്തം കല്ല. ഇനി ഈ കല്ല് വീതി കുറവുള്ള സ്ഥലത്ത് കൊണ്ടിട്ട് ലെവലായിക്കോളാനാ പറഞ്ഞത്. അതായത് കോരനേന് എവിടെങ്ങാനും പോയി തിരിക്കണം. താഴെ പോയി തിരിച്ചിട്ട് കയറി വരാം. ഇവിടെയൊക്കെ അത്യാവശ്യം വീതിയുണ്ട്. വീതി ഇല്ലാത്ത ആ ഭാഗത്താ. അവിടെ അങ്ങോട്ട് കൊണ്ട് കോരി ഇട്ടിട്ട് ബാക്കി ലെവൽ ചെയ്യാം. അപ്പൊ അത് നടക്കത്തുള്ളൂ. കിച്ചണെന്ന് കുറച്ച് മണ്ണ് നാട്ട് കൊണ്ടിട്ടു. മണ്ണ കല്ലും എല്ലാം കൂടെ. അല്ല ഇതെല്ലാം അങ്ങ് താഴെ വരെ വലിച്ചോണ്ട് പോട്ടെ. കുറച്ച് ഏറിയുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കല്ലങ്ങ് പോകും. കല്ലങ്ങ് തിരി പിന്നെ മണ്ണാ, പിന്നെ കുഴപ്പമില്ല. പിന്നെ നല്ലപോലെ പതുക്കെ ലെവൽ ചെയ്ത് പോകാൻ പറ്റും. ചില സ്ഥലത്ത് നല്ല വീതിയുണ്ട്, ചില സ്ഥലത്ത് വീതി കുറവാണ്. ഈ വർഷം നമുക്കിട്ട് മുട്ട വെച്ചെന്നോ തോന്നുന്നു കേട്ടോ. ഈ വർഷം പണി കുറവാ. മുട്ടയാണോ എന്നാന്ന് അറിയത്തില്ല. നല്ലപോലെ പണിയുണ്ടായിരുന്നൊരു ഇപ്പം പണി കുറഞ്ഞു. ഇപ്പൊ അങ്ങും ഇങ്ങും എത്താൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്നു. വന്നോന്നിപ്പോ കല്ലില്ല, അല്ല മണ്ണില്ല,
കല്ല് മാത്രമായി കേട്ടോ. കേട്ടോ കല്ല മൊത്തം. പരിമണി ഏകദേശം പകുതിയായി കേട്ടോ. എത്ര ഭാഗം തീർത്തു. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ അവിടെ വരെ ഉണ്ട്. അത് തെളിഞ്ഞു കിടക്കുന്നതാണ്. അതോടെ കഴിഞ്ഞാൽ പരിപാടി തീരുമോ. ആൾക്കാരൊക്കെ നോക്കി വരുന്നുണ്ട് എന്നെ മോനെ. ഞാൻ അതിന് മാറ്റിയെന്ന് വല്ലതും പറയുമെന്ന്. അതിന് മാത്രമൊന്നുമല്ല, അവിടെ 10 അടി വീതിയിൽ കോൺക്രീറ്റ് ചെയ്യാനാണ്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന സാധനമല്ലേ വഴി. ഇതിനിപ്പോൾ അതിന് മാറ്റി നോക്കേണ്ട വലിയ കുഴപ്പമൊന്നും ഇല്ലെന്ന്. അല്ലെങ്കിൽ ഇവിടെ അതിന് കെട്ടിത്തിരിച്ചിട്ടുണ്ടായിരുന്ന കുഴപ്പമില്ലല്ലോ. അതിലങ്ങനെ കെട്ടിത്തിരിച്ചിട്ടൊന്നുമില്ല. മണ്ണ് കയറി കിടക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ സൈഡും തെളിച്ചെടുക്കുന്നു, അത്രേ ഉള്ളൂ. അതിലടി വീതി ഉണ്ടെന്ന വിശ്വാസത്തിലാണ് വളർന്നു പോകുന്നത്. ഇവിടുത്തെ പണി തീരാറായി. സമയം ഇപ്പം 1 മണിയായി. 1 മണിയായപ്പം പണി തീരാറായി. ഞാനവിടെ വൈകുന്നേരം വരെ കാണുമായിരിക്കും. വൈകുന്നേരം പോയിട്ട് ഉച്ച വരെ പോയി. രാവിലെ വരുവാനും ഉച്ച വരെ പണിയില്ല. പണി ഉണങ്ങിയപ്പോൾ 9 മണിയാ കണ്ടേ. 9 മണി കഴിഞ്ഞോളൂ. 9 മണിയായി. ഒരു ദിവസം പണിയിൽ നല്ല വിളിച്ചാ ഇങ്ങനെയിരിക്കും. അവർക്കെല്ലാം നീറ്റായിട്ടാ ഇതേക്കത്. ആളുണ്ടെങ്കിൽ കുഴപ്പമില്ല. ആളില്ലെങ്കിൽ കുറച്ചുകൂടെ നോക്കി ചെയ്തില്ലേ പണിയാ. റോള് കയറ്റുന്ന അല്ലാത്തോണ്ട് കയറ്റി ഓടിച്ചുറപ്പിക്കാനേ പറ്റുള്ളൂ. അല്ലാതെ ഓടിച്ചുറപ്പിക്കാനേ പറ്റത്തുള്ളൂ. അല്ലാതെ ഡോസ് ചെയ്ത് ഉറപ്പിക്കാൻ പറ്റുമല്ലോ. എങ്ങോട്ടായി പോകണം. അത്യാവശ്യം വീതിയാക്കി എടുക്കും. പിന്നെ ആൾക്കാർക്ക് പ്രശ്നമില്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ വിജയില്ല. സൈഡ് പോയി അത് പോയി അതിന് മന്തി എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ വന്നാലായിരുന്നു. ഇപ്പം അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായി. അതുകൊണ്ട് വഴി ഇത്രയും ക്ലിയർ ആക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സമയം ഇപ്പം 2 മണി ആറായി. തെങ്ങ് തട്ടുന്ന രീതിയിലാണ് നിൽക്കുന്നത്. ചാഞ്ഞ് നിൽക്കുക റോഡിലേക്ക്. ക്യാബിൻ തട്ടും. ഒരു തൊള്ളി അങ്ങോട്ട് മാറിയാൽ തട്ടും. ചെയ്യാനാ ശ്രദ്ധിച്ചില്ല. ക്യാബിന്റെ മൂലവും മുട്ടിയില്ലാവുന്നതുകൊണ്ടാണ് നിൽക്കുന്നത്. നേരത്തെ വന്ന് നോക്കിയപ്പം തട്ടോന്നറിയായിരുന്നു. ഇവിടെ വരെ പണിത് വന്നപ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ റോഡ് നോക്കുന്നില്ല. ഇത് നല്ല തന്നെ മുഴുവൻ ഭാഗ്യത്തിനാണെന്ന് സ്റ്റോപ്പ് ചെയ്തപോലാക്കി അവിടെ കൊണ്ടുവന്നു. അതുകൊണ്ട് തട്ടിയിട്ടില്ല. ഇനി വണ്ടിയെ കുറച്ച് ബാഗ് എടുത്തിട്ട് ആ സൈഡ് ചേർത്ത് അങ്ങോട്ട് കയറിട്ടു. എല്ലാം ചാവിയും തട്ടും. ആ തെങ്ങ് മറിഞ്ഞു വീഴാതിരുന്ന തോന്നുന്നു. ആ തെങ്ങ് നിൽക്കുന്നുണ്ടോ. മുട്ടിയില്ലെന്ന് പറഞ്ഞിട്ടാണ് ഇതിലെ പോകുന്നത്. നിൽക്കുന്നതാണ്ടോ. ഈ കോൺക്രീറ്റോടെ ചെയ്യുമ്പോഴത്തേന് ഇനി ആ തെങ്ങ് വെട്ടിക്കളയേണ്ടി വരും. പിന്നെ വലിയ വണ്ടിയൊക്കെ വന്നാൽ തട്ടും. വലിയ വണ്ടി എന്ന് പറഞ്ഞാൽ ടിപ്പറോ അതുപോലുള്ള ഏത് വണ്ടി വന്നാലും ഇനി ആ തെങ്ങത്ത് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ എല്ലാ ആളും ഒരടിയുടെ പോകും. ഇപ്പൊ തന്നെ കറക്റ്റായി. ഇനി ഏകദേശം ഒരു 5 മിനിറ്റോടെ കാണും. 5 മിനിറ്റോടെ പണിത് തീരുവോ. വേറൊരു മരം കൂടെ വെക്കുന്നത്. മരം അത് വട്ടം നിൽക്കുവോ. അല്ല
റോഡിന് വട്ടം കിടക്കുക. അത് വെച്ച് റിസ്ക്കാ. കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അത് ഒരു വണ്ടി ഇതിലേക്കൂടെ കയറി പോകുന്നു. അതിന്റെ ചുവട്ടിലേക്ക് ബക്കറ്റ് എത്തുന്നില്ല കേട്ടോ. അതുപോലെ ചെരിഞ്ഞാൽ മതി. തിരിഞ്ഞ് വണ്ടി ഓടിച്ചു വരണം. കറക്റ്റ് സൈഡാ. കറക്റ്റ് ചേർത്ത് പോയിട്ട് മുക്കിയാ പോകുന്നത്. ഇപ്പൊ ഒരു കല്ലുണ്ട്, ആ കല്ല് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതൊരു ശല്യമായിട്ട് നിൽക്കുക കല്ല്. ആ കല്ല് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാൻ പറഞ്ഞാൽ അതെങ്ങനെ എടുക്കും. വലിയ കല്ല. അങ്ങനെ ഇവിടുത്തെ പണി കംപ്ലീറ്റ് കഴിഞ്ഞു. ചേട്ടാ ഇവിടെ വരാൻ മതിയോ? ചേട്ടൻ വരുന്നുണ്ട്, ചോദിക്കാം. വണ്ടി ഓടി തുറപ്പിക്കാട്ടോ. ഈ തെങ്ങ് നിൽക്കുന്നുണ്ടോ? ഈ തെങ്ങാണ് എട്ടിന്റെ പണി കഴിയുമ്പോ അത്തന്നെ കയറിപ്പോ പാടാം. അന്നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മടിക്കരുത്.